വിവാദ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി മധു ബാബുവിന് സ്ഥാനക്കയറ്റം. കോട്ടയം അഡീഷണൽ SP ആയി നിയമിച്ചുകൊണ്ടാണ് ഉത്തരവുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരാണ് സ്ഥാനക്കയറ്റത്തിന് ശുപാർശ നൽകിയിരുന്നത്. കസ്റ്റഡി മർദ്ദനാരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് മധു ബാബു. ആലപ്പുഴ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആണ് നിലവിൽ മധു ബാബു. മധു ബാബുവിനെതിരെ പലപ്പോഴായി നിരവധി പരാതികളാണ് കസ്റ്റഡി ഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. നേരത്തെ 2024 ഡിസംബറിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നനാക്കി മർദ്ദിക്കുകയും ചൊറിയണം തേക്കുകയും ചെയ്ത സംഭവത്തിൽ ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1 മാസം തടവിനും 1000 രൂപ പിഴയ്ക്കും മധു ബാബുവിനെ ശിക്ഷിച്ചിരുന്നു. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ച കേരള പോലീസ്. കൊലപാതകം നടന്ന ദിവസം കുട്ടിയുടെ അമ്മ അഖില തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ എത്തിയിരുന്നു എന്ന് കണ്ടെത്താനായി നെടുമങ്ങാട് പോലീസ് സംഘം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. കുഞ്ഞു കൊല്ലപ്പെട്ട ദിവസം താൻ നാഗർകോവിലിൽ ഒരു ഡാൻസ് പരിപാടിക്ക് പോയിരിക്കുകയായിരുന്നു എന്നാണ് അഖില പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഇവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള തമിഴ്നാട് യാത്രകളിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ. കൊലപാതകത്തിൽ അഖിലയ്ക്കെതിരെ നിലവിൽ പ്രേരണാകുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കോഴിക്കോട് ചോവായൂരിൽ 16-കാരിയെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി. 16-കാരിയായ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയതായി കാണിച്ച് രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുന്നു. കോഴിക്കോട് ചോവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന അയ മെഹ്റ എന്ന വിദ്യാർത്ഥിനിയാണ് തട്ടിക്കൊണ്ടുപോയത്. മെയ് 15-ാം തീയതി രാത്രി 10:30ഓടെയാണ് സംഭവം നടന്നത്. എന്നാൽ കഴിഞ്ഞ 18 ദിവസമായിട്ടും കുട്ടി എവിടെയാണെന്ന് യാതൊരു വിവരവുമില്ല. കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും എവിടെയെന്ന് അറിയില്ല എന്നുമാണ് ചോവായൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത്. ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിൽ പമ്പയാറ്റിൽ ചാക്കിക്കെട്ടിയ നിലയിൽ അസ്ഥികൂടം കണ്ടെത്തി. മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടിയും ശരീരത്തിലെ മറ്റ് പ്രധാന അസ്ഥികളുമാണ് ചാക്കിനുള്ളിൽ നിന്ന് കണ്ടെടുത്തത്. അസ്ഥികൂടത്തോടൊപ്പം ചില പൂജാ സാധനങ്ങളും ചാക്കിനുള്ളിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംഭവത്തിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ആറ്റിൽ മീൻ പിടിക്കാനായി എത്തിയ പ്രദേശവാസികളുടെ ചൂണ്ടയിലാണ് ഈ ചാക്ക് അപ്രതീക്ഷിതമായി കുരുങ്ങിയത്. സാധാരണയേക്കാൾ ഭാരമുള്ള ചാക്ക് വലിച്ച് കരയ്ക്കടുപ്പിച്ചപ്പോൾ സംശയം തോന്നിയ മീൻപിടുത്തക്കാർ ഉടൻ തന്നെ ചെങ്ങന്നൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കാട് പിടിച്ച സ്ഥലങ്ങൾ വൃത്തിയാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ. സുപ്രധാന വിധിയുമായി ഹൈക്കോടതി. വിഷപ്പാമ്പുകളുടെ താവളമായി കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളുടെ ഉടമയെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്ഥലങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിത്തെളിക്കണമെന്ന് ഹൈക്കോടതി. ഇതിന്റെ ചിലവ് പിന്നീട് ഉടമയെ കണ്ടെത്തുമ്പോൾ ഈടാക്കണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. അയൽപ്പക്കത്തെ കാട് പിടിച്ച പറമ്പിൽ നിന്ന് വിഷജന്തുക്കളുടെ ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മാവേലിക്കര തെക്കക്കര സ്വദേശി ജിജി വർഗീസ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. VD സതീശന്റെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ച കോഴിക്കോട് സ്വദേശിക്കെതിരെ കേസ്. മുഖ്യമന്ത്രി VD സതീശനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വ്യാജ ചിത്രം നിർമ്മിച്ച് സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചതിന് കോഴിക്കോട് ഉള്ളിയേരി സ്വദേശിക്കെതിരെ കേസെടുത്തു. മെയ് 31-ന് കരുണൻ ചാലിൽ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് വ്യാജ ചിത്രം പ്രചരിപ്പിച്ചത്. അത്തോളി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ഷൂസിൽ മുഖ്യമന്ത്രി മുത്തം വയ്ക്കുന്ന തരത്തിൽ വ്യാജമായി സൃഷ്ടിച്ച ചിത്രമാണ് സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചത്. തൃക്കാക്കര നഗരസഭാ ഓഫീസിന് മുന്നിൽ ഭക്ഷ്യമാലിന്യം തള്ളി യുവാവിന്റെ പ്രതിഷേധം. തൃക്കാക്കര നഗരസഭ NGO ക്വാർട്ടേഴ്സിലെ പ്രദേശത്ത് വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന മാലിന്യം ശേഖരിക്കാത്തതിൽ പ്രതിഷേധിച്ച യുവാവ് നഗരസഭാ കവാടത്തിൽ ഭക്ഷ്യമാലിന്യം തള്ളി. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം മാലിന്യം മുകളിലെ റോഡ് വരെ എത്തിക്കാൻ കഴിയില്ലെന്ന് 38-ാം ഡിവിഷനിലെ താമസക്കാരനായ സുനിൽ നേരത്തെ കൗൺസിലറെ അറിയിച്ചിരുന്നു. കൗൺസിലറെ നിർദ്ദേശമുണ്ടായിട്ട് വാഹനം താഴേക്കിറക്കാൻ സാധിക്കില്ലെന്ന നിലപാടിൽ ഹരിതകർമ്മസേന ഉറച്ചു നിന്നതോടെയാണ് യുവാവ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ. കേരള നിയമസഭയിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി UDFിലെ ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗികമായി നടന്ന വോട്ടെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥിയായ CPIയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുകളുമാണ് ലഭിച്ചത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലെത്തുന്ന 4ാമത്തെ വനിതയാണ് ഷാനിമോൾ ഉസ്മാൻ. തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതിനു ശേഷം അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർക്ക് നിയമസഭ ചരമോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കാറിന്റെ നിറം മാറ്റുന്നു. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഔദ്യോഗിക വാഹനമായി 2022 ജനുവരി മുതൽ കറുത്ത കാർ ഉപയോഗിച്ചിരുന്ന പിണറായി പ്രതിപക്ഷ നേതാവായതോടെ ഉപയോഗിക്കുക വെള്ള ഇന്നോവ ക്രിസ്റ്റ കാർ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ വാഹനവ്യൂഹത്തിലുണ്ടായിരുന്ന കാറാണിത്. നിലവിൽ AKG സെന്ററിലെ കാറിലാണ് പിണറായിയുടെ യാത്ര. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉപയോഗിക്കാൻ പോകുന്ന കാറിന് 99 എന്ന നമ്പറും സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്.
പിണറായിയെ ക്രൂശിക്കുന്നത് നീതികേടെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ പിണറായിയെ ക്രൂശിക്കുന്നത് നീതികേടെന്ന് വെള്ളാപ്പള്ളി നടേശൻ. യോഗനാഥത്തിലെ ലേഖനത്തിലാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞത്. പിണറായിയെ വാഴ്ത്തിപ്പാടിയവർ ഇപ്പോൾ ആക്ഷേപശരങ്ങൾ എറിയുന്നു. ലീഡറായും ക്യാപ്റ്റനായും കാരണഭൂതനായും 10 വർഷം വാഴ്ത്തിപ്പാടി തോറ്റപ്പോൾ ആക്ഷേപശരങ്ങൾ എറിയുന്നു. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെയും പൊതുവേദികളിലും ഇതാണ് അവസ്ഥ. തോൽവിയുടെ ഉത്തരവാദിത്തം ഒരാളുടെ മേൽ കെട്ടിവെക്കുന്നതും വേട്ടയാടുന്നതും ശരിയല്ലെന്നും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നു.